41 വയസ്സുള്ള ഒരു യുവാവ് ഒരു വസ്ത്ര സ്ഥാപനത്തിലെ സെയിൽസ് എക്സിക്യൂട്ടീവാണ്. ഒരു തരത്തിലുള്ള ഒരു കത്തിയോ ഉപയോഗിക്കാതെയോ അല്ലെങ്കിൽ ശ്വാസം മുട്ടിക്കാതെയോ ആക്സിഡൻ്റ് ഒന്നും നടത്താതെയോ ഇത്ര സിമ്പിളായിട്ടാണ് ഒരു പെണ്ണ് അവളെ കൊന്നു കളഞ്ഞത് അവനെ. ഒന്ന് ആലോചിച്ച് നോക്കുക. ആ ഒരു ബസ്സിൽ ആ കയറാൻ തോന്നിയ സമയത്തിന് അയാൾ ശപിച്ചിട്ടുണ്ടാവില്ല. 20 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാരാണ് ആ വീഡിയോ കണ്ടത്. അവളിട്ട ആ വീഡിയോ ലൈംഗിക അതിക്രമം ചെയ്തു എന്ന് പറഞ്ഞിട്ട് ഇട്ടൊരു വീഡിയോ. എന്നിട്ടിപ്പോൾ മാധ്യമങ്ങളെല്ലാം അതിനെ പെണ്ണിൻ്റെ മുഖം മറച്ചിട്ടാണ് വീഡിയോ ഇടുന്നത്. ആണിൻ്റെ മുഖം നല്ല ക്ലിയർ ആയിട്ട് കാണിക്കുന്നുണ്ട്. എന്ത് വിലയാണ് ഈ സമൂഹത്തിലുള്ള ഒരു ആണുങ്ങൾക്ക് നൽകുന്നതെന്ന് ആലോചിക്കുക. പെൺകുട്ടികൾ അല്ലെങ്കിൽ പെണ്ണുങ്ങൾ എന്ത് കംപ്ലൈൻറ്റ് കൊടുത്താലും അല്ലെങ്കിൽ എന്ത് തന്നെ പറഞ്ഞാലും അതിന് അപ്പാടെ വിശ്വസിക്കുന്ന ഒരു ഇതല്ലേ ഇപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ 20 ലക്ഷം ആൾക്കാർ കണ്ടതിൽ മിനിമം ഒരു 10 ലക്ഷം പേരെങ്കിലും വിചാരിച്ചിട്ടുണ്ടാവില്ല ഈ ചെക്കൻ ഇങ്ങനെയുള്ളവനാണ്. ഇനിയിപ്പോൾ നമ്മളൊന്നും അറിയാണ്ട് നമ്മൾ തന്നെ കണ്ടു കഴിഞ്ഞാൽ പോലും നമ്മളും വിചാരിക്കും അങ്ങനെ. ഇപ്പോഴല്ലേ ഇത് മനസ്സിലായത്. അവൾ ഏതോ പാർട്ടിയുടെ പേര് ഞാൻ പറയുന്നില്ല. ഇതിലിപ്പോൾ മുനിസിപ്പൽ ഇലക്ഷനൊക്കെ ജയിച്ച് ഇപ്പോൾ ജനപ്രതിനിധിയാണ്. വെറും 4 ലൈക്കിന് വേണ്ടിയിട്ട് ഒരു മനുഷ്യനെ കൊന്നു കളഞ്ഞപ്പോൾ, അവൻ ആത്മഹത്യ ചെയ്തൊന്നുമല്ല, ഇവൾ കൊന്നു കളഞ്ഞതാണ്. എന്ത് കിട്ടി അവൾക്കിപ്പോൾ? ആ ഒരു കുടുംബത്തിൻ്റെ എന്താ പറയുക, അണിവേര് ഇല്ലാതായില്ല. ഇവളെയൊക്കെ ശരിക്കും എന്താ ഇനിയിപ്പോൾ എന്ത് ചെയ്തിട്ട് ഇനി എന്താ കാര്യം? ഇതിപ്പോൾ ഒന്നാമത്തെ രണ്ടാമത് എത്രാമത്തെ പ്രാവശ്യമാണത്? ചില 100-ൽ 5, 10, 20 പേര് അങ്ങനെ ഉണ്ട്, ഇല്ല എന്ന് ഒരിക്കലും പറയുന്നില്ല. പക്ഷേ എന്ന് വെച്ച് എല്ലാവരും ചെയ്യുന്നതിൽ ആ വീഡിയോയിൽ കൃത്യമായിട്ട് കാണുന്നുണ്ട് ആ ചെക്കൻ അവിടെ തന്നെ നിൽക്കുകയാണ്, ഇവൾ പോയിട്ടാണ് ഇങ്ങനെ പോയി ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ടും അവൾക്ക് ആ വീഡിയോ ഇടാനുള്ള ധൈര്യവും ആ വീഡിയോക്ക് ഇത്ര റീച്ചും കിട്ടി. കാര്യമില്ല.